ആയിരിക്കാം ഇങ്ങനെ ഒരു സമരം നടക്കുന്നത്. ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരികൾക്ക് സമരം ചെയ്യേണ്ട ഒരു ഗതികേട് ഇപ്പൊ നമ്മളെ വടകര വന്നിരിക്കും. ഈ കേരളത്തെമ്പാടും രാജ്യത്തെമ്പാടും ലോകത്തെമ്പാടും ബസ് സ്റ്റാൻഡുകൾ ഉണ്ടാക്കുന്നത് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാൻ തന്നെയാണ്. ബസ് സ്റ്റാൻഡിൽ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വന്നു പോകാനുള്ള ഇടമാണ് ബസ് സ്റ്റാൻഡ്. പക്ഷെ വടകരയിൽ ഒരു തലതിരിഞ്ഞ പരിഷ്കാരം ഉണ്ടാക്കിയപ്പോൾ അതിനെതിരായ വലിയ നിലപാടെടുത്തവരാണ് വടകര വ്യാപാരി സമൂഹം. ഈ വടകര ഹാർട്ടാണ് ഈ കോട്ടപ്പറമ്പ് പ്രദേശം. ഈ പഴയ നഗരത്തെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമമായി ആ ബസ് സ്റ്റാൻഡിനെ നശിപ്പിക്കൽ മാറുമെന്ന് വലിയ ഉത്കണ്ഠയോടുകൂടി ചൂണ്ടിക്കാണിച്ചവരാണ് വടകരയിലെ വ്യാപാരികളും ബഹുജനങ്ങളും. കുറെ കാലം കഴിഞ്ഞപ്പോ വർഷങ്ങൾക്ക് ശേഷം മാറ്റാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയൊക്കെ ചേർന്ന് വലിയ സമ്മർദ്ദമൊക്കെ ഉണ്ടായപ്പോ ലിങ്ക് റോഡിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പ്രവേശിപ്പിക്കാൻ തീരുമാനം വരിക. ആ തീരുമാനമാണ് 2 ദിവസം മുമ്പ് ഏകപക്ഷീയമായി അട്ടിമറിക്കപ്പെട്ടത്. ഞങ്ങൾ ഇതിനുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആര് പറഞ്ഞിട്ടാണ്? നിങ്ങൾ നോക്കുക, യോഗത്തിൽ പങ്കെടുത്തിരുന്ന വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, വടകരയെ മുനിസിപ്പൽ ചെയർമാനെ പോലുള്ള ഉത്തരവാദപ്പെട്ട ജനനേതാക്കൾ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആരും ആവശ്യപ്പെടാത്ത ഒരു തീരുമാനം എങ്ങനെയാണ് ബഹുമാനപ്പെട്ട വടകര MLA നാവിൽ നിന്ന് പുറത്തു വരുന്നത്? ഞങ്ങൾക്കറിയാം MLA അറിയുമെന്നറിയില്ല. MLA വടകരയിലെ ആരുടെയൊക്കെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പോയവരെന്ന ഉത്കണ്ഠ ഞങ്ങൾക്കുണ്ട്. കാരണം വടകരയിലെ ഭൂരിപക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA. അത്തരം ജനനേതാക്കളെ ജനപ്രതിനിധികളെ തെറ്റിദ്ധരിപ്പിച്ച് വടകരയുടെ പൊതുതാൽപര്യത്തിന് വിരുദ്ധമായി നിലപാട് എടുപ്പിച്ചതിനായിട്ടാണ് ഇന്ന് വ്യാപാരി വ്യവസായ സമിതിയും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും പ്രൊഡ്യൂസ് മാർക്കറ്റ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വ്യാപാരി സംഘടനകൾ ഈ മാർച്ച് നടത്തുന്നത്. ഇത് അധികാര കേന്ദ്രമാണ്, RDO ഓഫീസാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രതിപുരുഷൻ എന്ന രൂപത്തിൽ ഈ വടകര താലൂക്കിൽ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയുടെ ഓഫീസ് മുമ്പിലാണ് ഇന്ന് വ്യാപാരികൾ വന്ന് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഇവിടെ ലിങ്ക് റോഡിലേക്ക് വന്നപ്പോ 4 മരണങ്ങൾ കണ്ടവരാണ് നമ്മുടെ വടകരക്കാർ. മറന്നു പോകണ്ട. ഈ ബസ് സ്റ്റാൻഡ് അശാസ്ത്രീയമായി ലിങ്ക് റോഡിലേക്ക് കൊണ്ടുവന്നപ്പോ 4 വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ട വടകരയാണ് ഈ വടകര. മറന്നു പോകണ്ട. ഇപ്പൊ എന്താ സ്ഥിതി? ഈ ട്രാഫിക് കുരുക്കിന്റെ ഉത്തരവാദിത്വമൊക്കെ തന്നെ ബസ് സ്റ്റാൻഡിനാണോ?